ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ദുവാണ്. ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ എന്താ പറയുക, ഇന്ദൂസ് ഫെയർനെസ് ആൻഡ് ആൻറ്റി ഏജിങ് ക്രീമും മാഡത്തിൻ്റെ ഹണി വാക്സ് ക്രീമും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ക്ലാഷാണ്. മനസ്സിലായില്ലേ? സത്യം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്താണ് രണ്ട് ക്രീമും കൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന്. നമ്മൾ മുന്നമേ ഇട്ട വീഡിയോയിൽ എല്ലാവർക്കും അത് ക്ലിയർ ആയിരുന്നു. ഓക്കെ, പക്ഷേ ഒരു 20% ആൾക്കാർക്ക് വീണ്ടും ഡൗട്ടാണ്. ഇത് രണ്ടും നിങ്ങൾ രാത്രിയാണല്ലോ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഞങ്ങൾ വാങ്ങി. അപ്പം നമ്മൾ ബീസ് വാക്സ് മാഡത്തിൻ്റെ ബീസ് വാക്സ് ക്രീം നമ്മൾ ഇറക്കിയപ്പം നമ്മൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ ഉപയോഗങ്ങൾ, എന്താണ് ബീസ് വാക്സ്. അപ്പം മാഡത്തിൻ്റെ ഹണി വാക്സ് ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബീസ് വാക്സും വെർജിൻ കോക്കനട്ട് ഓയിലും നമ്മുടെ കസ്തൂരി മഞ്ഞളുമാണ്. നമ്മുടെ ഇന്ദൂസ് ഹെർബൽ ഫെയർനെസ് ക്രീം ആൻഡ് ആൻറ്റി ഏജിങ് ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബേസ് ഇത് തന്നെയാണ്. ദീസ് 3 ഇൻഗ്രീഡിയൻസ് ആർ ദെയർ. അതിനോടൊപ്പം കുങ്കുമപ്പൂ ഉണ്ട്, നമ്മുടെ എന്താ പറയുക, സാൻഡൽവുഡ് പൗഡറുണ്ട്, ടേമറിക് പൗഡറുണ്ട്, ആൽമണ്ട് പൗഡറുണ്ട്, ജോജോബ ഓയിലുണ്ട്, സാഫ്രൺ ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ചോദിച്ചു ഇത് വാങ്ങിയാൽ പോരെ, ഇതും ഫെയർനെസ് തരില്ലേ? ഇത് വാങ്ങി നിങ്ങൾക്ക് ഫെയർനെസ് മതിയെങ്കിൽ നിങ്ങൾ ഇത് വാങ്ങിയാൽ മതി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 റുപ്പീസാണ്, പ്ലസ് 50 കൊറിയർ ചാർജ്. ഇന്ദൂസ് ഫെയർനെസ് ക്രീമിൻ്റെ ഗുണങ്ങൾ എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നതാണ്. ആ വീഡിയോ നിങ്ങൾ പോയി വീണ്ടും കാണുക. ഓക്കെ, അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് രണ്ടിലും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് മെയിൻ എല്ലാം ബീസ് വാക്സിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാം. ബീസ് വാക്സിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതൊരു ബീസ് അവർ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസ്, അബ്ഡോമിനൽ അവിടെ നിന്നുള്ള ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ചെയ്ത് തരുന്ന ഒരു വാക്സ് പോലത്തെ ഒരു സംഭവമാണ് ഈ ബീസ് വാക്സ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് നമുക്ക് നാച്ചുറലായിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് വേറൊരു പേരുണ്ട്. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. സെറ ആൽബ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ നാച്ചുറൽ ഫോം ഓഫ് വാക്സ്. അത് മെയ്ഡ് ബൈ ഹണി ബീസ്. പിന്നെ ഈ വാക്സ് സെക്രീറ്റ് ചെയ്യുന്നത് ഫ്രം ദ ഗ്ലാൻസ് ഇൻ ദ ബോഡീസ് ബിഫോർ ബീങ് ച്യൂഡ് അപ്പ് ആൻഡ് ഡിസ്കാർഡഡ് വിത്തിൻ ദ ഹൈ. അവരുടെ കൂടുകളിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുപോലെ അവരെന്തിനാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്? അത് അവരുടെ ഉണ്ടാക്കുന്ന ഹണി സൂക്ഷിക്കുന്നതിന്, അത് ഒരു എന്താ പറയുക, ഒരു കണ്ടാമിനേഷൻ വരാതെ അത് ഹണി ബീ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അത് എന്താ പറയുക, നഷ്ടമാകാതെ, അത് പൊടിയൊന്നും ഏക്കാതെ, ഒരു ഹാമും അത് വരാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സെക്രീറ്റ് ചെയ്യുന്ന ഒരു വാക്സ് ആണ്, നാച്ചുറൽ വാക്സ് ആണ് അത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നാച്ചുറൽ. രണ്ട് ക്രീമിനകത്തും ഉള്ളത് നാച്ചുറൽ തിങ്സ് ആണ്, ആയുർവേദിക് തിങ്സ് ആണ്. നമ്മൾ ഇതിനകത്ത് കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ റേറ്റ് 250, ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 750 പ്ലസ് 50 കൊറിയർ ചാർജ്. ഓക്കെ, ഇതിന് 750 എന്തുകൊണ്ട് വരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. കുങ്കുമപ്പൂവിൻ്റെ വില എന്താണ്, ബദാം, ജോജോബ ഓയിൽ, റിയൽ കസ്തൂരി മഞ്ഞൾ ഒക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് വാങ്ങുന്നവർ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ദാറ്റ് മീൻസ് ഒരു 20% ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനാണ് ഞാനിവിടെ ആൻസർ പറയുന്നത്. നമ്മുടെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട വീഡിയോ എല്ലാവർക്കും മനസ്സിലായി. അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്കെല്ലാം എന്താണ് ആ ക്രീമിൻ്റെ ബെനിഫിറ്റ് എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ ഒരു 20% ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. വീഡിയോ ശ്രദ്ധയോടെ കണ്ടില്ല, അത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയില്ല. അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, മാഡം ഞങ്ങൾ ഈ 250 റുപ്പീസിൻ്റെ ഹണി വാക്സ് ക്രീം വാങ്ങുന്ന ഞങ്ങൾ എന്തിനാണ് ഇത് വാങ്ങുന്നത്? ഇതിൻ്റെ റീസൺസ് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. രണ്ട് കാര്യങ്ങളിലും കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ, ബീസ് വാക്സ്, കസ്തൂരി മഞ്ഞൾ. ഇത് മൂന്നിനും നമ്മുടെ ഡ്രൈ സ്കിന്നിന് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. ഇത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ
എന്താണ് നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഇത് സഹായിക്കും. നല്ലൊരു എന്താ പറയുക, ഒരു ഹെൽത്തി കോംപ്ലക്ഷൻ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ ഈ ബീസ്വാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ആവശ്യം ആകേണ്ട ഒരു കാര്യമാണ്. സെൽസ് നശിച്ച് പാച്ച് വന്ന് കുരു വന്ന് സ്കിന്ന് റഫായി സ്കിന്നിന് ഡെഡ് സെൽസ് എല്ലാം പോയി പുതിയ സെൽസ് കൊണ്ടുവരാൻ വൈറ്റമിൻ എ സഹായിക്കുന്നു. ദാറ്റ് വൈറ്റമിൻ എ ഈസ് റിച്ച് ഇൻ ബോത്ത് ദ ടു ക്രീംസ് ബിക്കോസ് വി ഹാവ് ആഡഡ് ബീസ്വാക്സ്. കേട്ടോ? ഇനി അപ്പോൾ സ്കിൻ ഹൈഡ്രേറ്റഡ് ആക്കും. അതൊരു സ്ട്രോങ് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയറാണ്. അതുപോലെ സ്കിന്ന് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ സഹായിക്കും. ആ സ്കിന്നിനൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹെൽത്തി കോംപ്ലക്ഷൻ തരാൻ 2 ക്രീമും സഹായിക്കും. ഓക്കെ, ഇനി അടുത്തത് സോറിയാസിസും ഡെർമറ്റൈറ്റിസിനും, ദാറ്റ് ഈസ് 2 സ്കിൻ ഡിസീസാണ്. നമുക്കറിയാം ഡ്രൈ സ്കിന്ന് സ്കെയിൽ ചെയ്യുന്നത്. ഇടയ്ക്ക് ഒരു ഡോക്ടർ മേടിച്ചു, അവരുടെ കുഞ്ഞുങ്ങൾക്കും അവരത് പുരട്ടി നോക്കി. ആക്ച്വലി നമ്മൾ ഫേസിൽ കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നമ്മളത് പറയാറില്ല. പക്ഷേ ആ ഡോക്ടർ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കൈയിലും പാദങ്ങളിലും പുരട്ടിയപ്പോൾ ആ സ്കെയിലിംഗ് മാറി സ്കിന്ന് നല്ല സ്മൂത്തായെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, അവർ ഈ ഒരു ക്രീം വാങ്ങിയിട്ട് അമ്മയും അതായത് ആ ഡോക്ടറും ഡോക്ടറുടെ കുഞ്ഞുങ്ങളും ഒരേ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് പ്യോർലി ആയുർവേദിക്, ഇറ്റ് ഈസ് പ്യോർ ഹെർബൽ, നാച്ചുറലാണ്, ഒരു കെമിക്കലും ഇല്ല. മനസ്സിലായില്ലേ? അപ്പം ഇത് വാങ്ങിയവർ ഇത് വാങ്ങണമെന്ന് നമ്മൾ നിർബന്ധിക്കാറില്ല, നമ്മൾ ആരെയും നിർബന്ധിക്കാറില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഇത് രണ്ടിനും നല്ല എഫക്റ്റാണ് നിങ്ങൾക്ക് തരാൻ കഴിയുന്നത്. എൻ്റെ ക്രീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇതിനകത്ത് കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ വെയിൽ കൊള്ളരുത് ഇതിട്ടിട്ട്. മനസ്സിലായി? വെയിൽ കൊണ്ടാൽ ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് നമ്മുടെ ഇപ്പോഴത്തെ മാർച്ചിൽ ചൂട്, നമ്മുടെ ട്രിവാൻഡ്രത്ത് അറിയാമല്ലോ, കേരളത്തിൽ ഭയങ്കര ചൂടാണ്. പാലക്കാട്, മലപ്പുറം ആ സൈഡൊക്കെ അവർ അലേർട്ട് പറഞ്ഞിരിക്കുവാണ്. അത്രയ്ക്കും ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂട്. ആ ചൂടത്ത് നമ്മൾ ഈ ക്രീം ഇട്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ചിലപ്പോൾ ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, പിന്നെ ഡെർമറ്റൈറ്റിസ്, സോറിയാസിസിന് ഉപയോഗിക്കാം. എക്സീമ പോലത്തെ ക്രോണിക് സ്കിൻ കണ്ടീഷനിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ആക്ച്വലി ഈ ബീസ്വാക്സ് ഇങ്ങനെയുള്ള ക്രോണിക് സിറ്റുവേഷനിൽ അവർ ഹണിയുടെ കൂടെയും ഒലീവ് ഓയിലും ചേർത്ത് പുരട്ടുന്ന ഒരു നാച്ചുറൽ കാര്യം ചെയ്യാറുണ്ട്. പണ്ട് തൊട്ടേ ആൾക്കാർ ചെയ്യണൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ആ ഒരു ഫുൾ എഫക്റ്റും നമ്മൾ ഈ 2 ക്രീമിലും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആക്നെയ്ക്ക് എല്ലാവരുടെയും ടീനേജേഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആക്നെ. അപ്പം ഈ കുഞ്ഞു ഒരു 17 to 21, 22 ഏജ് ഉള്ളവർക്ക് പിമ്പിൾസ്, അല്ലാത്തവർക്ക് ഇപ്പോൾ ഒരു 30-35 ആൾക്കാർക്ക് ഒത്തിരി പിമ്പിൾസ് വരാറുണ്ട്. അപ്പം അതിൽ പിമ്പിൾസ് വന്ന പാടുകൾ, എനിക്ക് എൻ്റെ 2 ചീക്സിലും നിറയെ കുരുക്കൾ വരുമായിരുന്നു ഒരു 20 to 30 ഏജിനുള്ളിൽ. പക്ഷേ അത് പിന്നെ അത് മാറി, ആ ലൈൻസ് എല്ലാം മാറി. നിങ്ങൾ എൻ്റെ സ്കിന്ന് നല്ലോണം നോക്കിക്കേ എന്തെങ്കിലും പാടുണ്ടോ? അപ്പം അത് എല്ലാം മാറാൻ ഇത് ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കും. കാര്യം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ആക്നെ മാറ്റും. ആൻറ്റിസെപ്റ്റിക് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയലാണ് പ്രോപ്പർട്ടീസ് ഇതിനകത്തുണ്ട്. ഇൻഫെക്ഷൻസ് വന്നാൽ അത് മാറാൻ നമ്മളെ സഹായിക്കും. അതുപോലെ ആക്നെ മാറും, മോയ്സ്ചറൈസ് ചെയ്യും, നറിഷ് ചെയ്യും, സ്കിന്നിൻ്റെ നല്ലതായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. പിന്നെ ഇച്ചിങ് മിക്കവാറും ഉള്ളവർക്ക് വരുന്നൊരു കാര്യമാണ്. സ്കിൻ ഇങ്ങനെ കണ്ടിട്ടില്ലേ, ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദാഹം വെച്ച് ഇങ്ങനെ ചൊറിയുന്നതാണ്, ഒരു ഇച്ചിങ് ഇത് വരുന്നത് കാണാം. അതിന് നല്ലൊരു സംഭവമാണ്. എന്താ പറയുക, അങ്ങനത്തെ ഉള്ള ഇറിറ്റേഷൻ, ഇച്ചിങ്, ഡെർമറ്റൈറ്റിസ് പ്രോബ്ലം കൊണ്ടുവരാം, എക്സീമ കൊണ്ടുവരാം, സോറിയാസിസ് കൊണ്ട് അങ്ങനെ വരാം. അല്ലാതെ അലർജി കണ്ടീഷൻസ്, ഇപ്പം നമ്മൾ നാച്ചുറൽ ഡേയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ?
എനിക്ക് ആ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാനത് നിങ്ങളോടത് ഷെയർ ചെയ്തത്. ഞാൻ ആ കെമിക്കൽ ഡേ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ സ്കിന്ന് ചൊറിയും, ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറിയുമായിരുന്നു, ഇവിടെ ഇങ്ങനെ ചൊറിയും. ഇതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ്. അവിടെയൊക്കെ വരുന്ന ഇച്ചിങ്ങിന് ഈ ക്രീംസ് രണ്ടും ഉപയോഗമാണ്. മനസ്സിലായില്ലേ? 2 ക്രീമും ഉപയോഗമാണ്. പിന്നെ ഫൈൻ ലൈൻസ് നമുക്കറിയാം, ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു 30-35 കഴിയുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്ത് പ്രത്യേകിച്ചും ഈ ഭാഗത്ത് ഇങ്ങനെ ലൈൻസ് പോലെ വരും അല്ലേ? അതൊക്കെ പതുക്കെ മാറും. നമ്മളിതൊന്നും കെമിക്കലല്ലല്ലോ യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്യണ എല്ലാം നാച്ചുറൽ കാര്യങ്ങളല്ലേ. അപ്പം അതെല്ലാം മാറും. പിന്നെ വൂണ്ട് ഹീലിംഗ്, നമ്മുടെ നമ്മളറിയാം പണ്ടുള്ള ആൾക്കാർ വൂണ്ട്സൊക്കെ വരുമ്പോൾ അവർ ഹണി അങ്ങ് പുരട്ടും അല്ലേ? വൂണ്ട് പെട്ടെന്ന് അത് മാറി, ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ ഭയങ്കര ഗുണമാണ്. അതുപോലെ വൂണ്ട് ഹീലിങ്ങിനും ഇത് നല്ലതാണ്. പിന്നെ നമ്മുടെ സ്ട്രെച്ച് മാർക്സ്, ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്കറിയാം നമ്മുടെ വയറ്റിൽ വരുന്ന സ്ട്രെച്ച് മാർക്സ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണത്. സാരിയൊക്കെ ഉടുക്കുമ്പോൾ ആ സ്ട്രെച്ച് മാർക്സ് പോവാൻ നല്ലതാണ്. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മളതിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ്. സ്ട്രെച്ച് മാർക്സ് മുഴുവൻ മാറി നല്ലതായിട്ട് നിറം വയ്ക്കുകയും ചെയ്യും കേട്ടോ. കയ്യിലും അത് നമുക്കതാണ് ഈ 2 ക്രീമിനെ സംബന്ധിച്ചിടത്തോളം എബവ് 6 ഇയേഴ്സ് നിങ്ങൾക്ക് ഫേസിൽ വേണോ, നിങ്ങൾക്ക് കയ്യിൽ പാദങ്ങളിൽ വേണോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുരട്ടാം. ആരോ ഡാൻഡ്രഫിന് യൂസ് ചെയ്തു, അവർക്ക് എഫക്റ്റീവായെന്ന് കേട്ടു. പിന്നെ ചിലർക്ക് എന്താ പറയുക, ഈ ഡയപ്പർ, കുഞ്ഞുങ്ങളുടെ ഡയപ്പർ യൂസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് ഒത്തിരി ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അവരുടെ തൈസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഇച്ചിങ് പോലെ വരും. അത് നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഡയപ്പറിൻ്റെ അലർജിക്കായിട്ട് വരില്ല ഇച്ചിങ്, അതിന് വളരെ നല്ലതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ധൈര്യമായിട്ട് പുരട്ടി കൊടുക്കാം. ടീനേജേഴ്സിനാണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലും ഇത് പുരട്ടാം. ഇത് കഴുകിക്കളയണമെന്നില്ല. ഞാനിത് പുരട്ടിയിട്ട് കഴുകിക്കളയാറില്ല. ബിക്കോസ് ഇത് പുരട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതിൽ മുഴുവനും ആയുർവേദിക്കായിട്ടുള്ള സാധനമാണ്. വളരെ കുറച്ചെടുത്ത് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, അത് സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്തോളും കേട്ടോ. പിന്നെ ഡയപ്പർ റാഷിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ കോസ്മെറ്റിക്സ് സാധനങ്ങൾ ഉണ്ടാക്കണേൽ എല്ലാം ഈ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. പിന്നെ ഇത് മോയ്സ്ചറൈസിങ് ആൻഡ് ഹൈഡ്രേറ്റിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സ്കിന്നിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് സൂക്ഷിക്കും കേട്ടോ. സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സും പിഗ്മെൻറ്റേഷൻ എല്ലാം ഈ ക്രീം മാറ്റും. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. സൂത്തസ് റെഡ്നെസ് ആൻഡ് കാംസ് ഇറിറ്റേറ്റഡ് സ്കിന്നിൽ വരുന്ന ഇറിറ്റേഷനിലെ റെഡ്നെസ് എല്ലാം ഇത് പുരട്ടി കഴിയുമ്പോൾ മാറും. പിന്നെ സെൻസിറ്റീവ് സ്കിൻ, എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്കിന്നാണ്. എന്തെങ്കിലും ഹാർഷായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഹെയറിലാണെങ്കിലും എൻ്റെ സ്കിന്നിലാണെങ്കിലും പുരട്ടിയ അപ്പം എനിക്ക് ഇച്ചിങ്ങോ റാഷസോ പാച്ചസോ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ക്രീമാണ് ഇത് രണ്ടും. ഓക്കെ, നിങ്ങളിത് രണ്ടും വെച്ച് ഫൈറ്റ് ചെയ്യാൻ നോക്കിയ വഴിയില്ല ഫ്രണ്ട്സ്. രണ്ടിൻ്റേതായ ഗുണങ്ങളുണ്ട്. നിങ്ങളിത് രണ്ടും വാങ്ങണമെന്നേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. 250 റുപ്പീസിന് ഇത് മാത്രം വാങ്ങിയാൽ മതിയോ, അല്ല ആൻഡ് ഇൻഡൂസ് ഫെയർനെസ് ആൻഡ് ആൻറ്റി ഏജിങ് ക്രീമും കൂടെ വാങ്ങണമോ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളെ ഫോഴ്സ് ചെയ്തിട്ടില്ല രണ്ടും വാങ്ങണമെന്ന്. അത് രണ്ടും തേച്ചിട്ട് ഒരുമിച്ച് തേച്ചിട്ട് റിസൾട്ട് കിട്ടിയവരാണ് വീണ്ടും വീണ്ടും എൻ്റെ അടുത്ത് നിന്ന് അടുത്ത ക്രീം ഓർഡർ ചെയ്യുന്നത്. മനസ്സിലാക്കുമോ? അത് അല്ലാത്ത ഒരു റിസൾട്ടും കിട്ടിയില്ല എങ്കിൽ വീണ്ടും ഈ ക്രീം ആരെങ്കിലും ഓർഡർ ചെയ്യുമോ? അപ്പം ആ ഒരു 20% ആൾക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കി 80% ആൾക്കാർക്കും ഈ 2 ക്രീമും എന്താണെന്ന് ക്ലിയറായിട്ട് അവർക്ക് മനസ്സിലായി. ഓക്കെ. ഇനി പിന്നെ റേഡിയൻ സ്കിൻ തരും. ഞാൻ പറഞ്ഞ നല്ല ഗ്ലോ. എൻ്റെ സ്കിൻ തന്നെ നിങ്ങൾ നോക്കിക്കുക, നല്ല ഗ്ലോ ഇല്ലേ?
അതാണ് എൻ്റെ ഫേസ് തന്നെയാണ് എൻ്റെ ടെസ്റ്റ് മണി. പിന്നെ ഇത് നാച്ചുറലാണ്, സേഫാണ്, ഹാർഷ് കെമിക്കൽസ് ഒന്നുമില്ല. എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ബാക്കി അറിയേണ്ട കാര്യങ്ങളെല്ലാം എൻ്റെ ആൻറ്റി ഏജിങ് ഫെയർനെസ് ക്രീമിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കുക. എല്ലാ കുങ്കുമത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. കുങ്കുമം എന്തൊക്കെ ബെനിഫിറ്റാണ് നമ്മുടെ സ്കിന്നിന് തരണേ, ബദാം എന്താണ് തരണേ, ജോജോബോയിൽ എന്താണ് തരണേ, എല്ലാ കാര്യവും അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ 2 ക്രീം യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ റിസൾട്ട് പറയണ്ട. ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസമെങ്കിലും നിങ്ങൾ അതെടുക്കും, സ്കിൻ അത് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ആ 1 മാസം കഴിഞ്ഞ് നിങ്ങൾ റിസൾട്ട് ഇട്ടാൽ മതി. ബിസിനസ് അക്കൗണ്ടിൽ ഇപ്പോൾ എത്ര പേര് വന്ന് അവരുടെ ഫീഡ്ബാക്ക് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ഇടും. പിന്നെ ഇനി അടുത്ത 2 കാര്യം എനിക്ക് പറയാനുള്ളത്, ഒന്ന് നാച്ചുറൽ ഡൈ വാങ്ങിയവരുടെ കാര്യമാണ്. നമ്മുടെ അടുത്ത് നിന്ന് ഒരു ഡോക്ടർ നാച്ചുറൽ ഡൈ മേടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊരു ഹയർ കെമിക്കൽ ഒരു ഡൈ ആണ് തേച്ചുകൊണ്ടിരുന്നത്, അപ്പം ഇത് തേച്ചിട്ട് അത്രയും ബ്ലാക്ക് കിട്ടിയില്ല. എങ്ങനെ കിട്ടും? കഴിഞ്ഞ നാച്ചുറൽ ഡൈയുടെ വീഡിയോ ഞാനതൊരു പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലേ? കാണിച്ചു തന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുഴുവനും 5 മിനിറ്റ്സ് ഒരു കെമിക്കൽ ഡൈ ആണ് യൂസ് ചെയ്തിരുന്നത്. അത് പെട്ടെന്ന് നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ഷാമ്പു പോലെയാണ്, ജസ്റ്റ് തേച്ച് രാവിലെ ഓഫീസിൽ പോകാം, നല്ല ബ്ലാക്കാവും. അത് ഒത്തിരി നാളെ നിൽക്കുകയും ചെയ്യും. പക്ഷെ അത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഞാൻ നാച്ചുറൽ ഡൈയുടെ വീഡിയോ നിങ്ങൾ പോയി കണ്ടേ മതിയാവും. അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മുടിയുടെ ഓരോ ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അത് ഏത് ഭാഗത്തേക്കാണ് ഈ പെർമനൻറ്റ് ഡൈ, അതായത് അമോണിയം പെറോക്സൈഡ്, ഇതെല്ലാം പാരബിൻ, എന്താ പറയുക, പാരബിനും അമോണിയം, ഫിനൈൽ ഒക്കെ കാര്യം, പെറോക്സൈഡ്, അമോണിയം പെറോക്സൈഡ്, ഇതെല്ലാം PPD എല്ലാം ഇത് കയറി ക്യൂട്ടിക്കളിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ പറ്റിയിരിക്കും. അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു കെമിക്കലാണ്. അത് എത്ര കഴുകിയാലും പോത്തില്ല. അപ്പം അത് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ നാച്ചുറൽ ഡൈ ഹെർബൽ പൗഡേഴ്സാണ് ചേർക്കുന്നത്. ഈ ഹെർബൽ പൗഡേഴ്സ് പെട്ടെന്ന് ബ്ലാക്ക് തരണമെന്ന് വെച്ചോ, അത് ഇപ്പം വർക്കാവും. അത് ടൈം എടുക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനത് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്ന ആ ഡാർക്ക്നെസ് നമുക്ക് കിട്ടത്തില്ല. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അത് കെമിക്കൽസിന് മാത്രമേ ആ ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ തരാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, പ്യോർലി ബ്ലാക്ക് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളിത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം തേക്കണം. മുടി അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവണം. കാരണം ഇത്രയും നാളെ പാവ മുടി കെമിക്കല് മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിപ്പോൾ പെട്ടെന്ന് നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഞാനിത് ഫുള്ളി മാറാൻ കാരണം എന്നാന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് സിവിയർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു, കണ്ടിന്യൂസ് അലർജി കഫ് വന്നു. ഡോക്ടർ പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ്, നിർത്തുക. ബിക്കോസ് ആ കെമിക്കൽസ് എല്ലാം നമ്മുടെ ലങ്സിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കിഡ്നി എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ലിവറിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കിന്നിൽ ഇവിടെ പാച്ചസ് വരിക, മുഖത്ത് 2 ഭാഗത്തും ഇങ്ങനെ കറുത്ത പാച്ചസ് വരിക. അത് നിർത്തിയപ്പം എനിക്കും സങ്കടം ഉണ്ടായിരുന്നു. ശരിയാണ്, നമ്മളൊരു നാച്ചുറൽ ഡൈ കെമിക്കൽ ഡൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെയറിലേക്ക് പെട്ടെന്ന് നാച്ചുറൽ ഡൈ പിടിക്കാൻ ടൈം എടുക്കും. നമുക്കതിന് പേഷ്യൻസ് വേണം ഫ്രണ്ട്സ്. ഞാൻ ഫാക്റ്റ് പറയുവാണ് നിങ്ങളോട്, അതിന് കുറച്ച് ടൈം എടുക്കും. ഞാൻ അങ്ങനെ ടൈം എടുത്ത് ആ ക്ഷമയുള്ളത് കൊണ്ടാണ് എനിക്ക് നാച്ചുറൽ ഡേയിലേക്ക് വരാൻ കഴിഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം നമ്മളങ്ങനെ നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുന്നവർ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട്, ഞാനിപ്പോൾ ഒരു ബോട്ടിൽ 100 ഗ്രാമിനാണ് അയച്ചത്. കഴിഞ്ഞ ദിവസം നമുക്കൊരു അബദ്ധം പറ്റി. ഞാനെന്ത് ചെയ്തു, കുറച്ച് ഓർഡേഴ്സ് വന്നപ്പം കൂടുതൽ വന്നപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോക്ക് ചെയ്തു കൊറിയർ ഓഫീസിൽ. അത് അവിടെ ഇരുന്ന് അങ്ങോട്ട് ലീക്കായി. പിന്നെ എനിക്ക് ഇന്നലെ നല്ല പണിയായിരുന്നു. അത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അതിനെ കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി
ആണ് തിരിച്ചവിടെ കൊണ്ട് സ്റ്റോക്ക് ചെയ്തേക്കണേ. കാര്യം ആ ഒരു സെറ്റ് പോയവർക്കെല്ലാം അവരുടെ കയ്യിൽ കിട്ടിയപ്പം നമ്മൾ ആക്ച്വലി അത് 2 സ്ലിപ്പ് കവറുകൊണ്ട് കവർ ചെയ്ത് എന്നിട്ട് വേറൊരു കവറിൽ പാക്ക് ചെയ്തിട്ടാണ് കൊറിയർ ഓഫീസിലെ കവറിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചത്. പക്ഷേ അത് ലീക്ക് ഔട്ടായി. അപ്പം ഞാൻ ആ കസ്റ്റമറിന് ഞാൻ വീണ്ടും ആ പ്രോഡക്റ്റ് ഇന്ന് ഞാൻ അയച്ചു കൊടുത്തു. ബിക്കോസ് അത് നമ്മുടെ പ്രോബ്ലം, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് കറക്റ്റായിട്ട് ആ പ്രോഡക്റ്റ് കസ്റ്റമറിനെ എത്തിക്കുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ഞാനത് വീണ്ടും അയച്ചു കൊടുത്തു. പക്ഷേ ഇപ്പം അത് ഇന്നലെ എനിക്ക് അതുകൊണ്ട് ഇന്നലെ ഫുൾ എനിക്ക് തിരക്കായിരുന്നു. അത് ഫുൾ കൊണ്ടുവന്ന് അതിനെ ഡ്രൈ ആക്കി അതിൻ്റെ വെറ്റ്നെസ് എല്ലാം മാറ്റി വീണ്ടും റീപാക്ക് ചെയ്ത് ഞാൻ കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഓർഡർ ചെയ്യാം ധൈര്യമായിട്ട്. ലീക്കേജ് ഒന്നും ഇനി ഉണ്ടാവില്ല. അപ്പോൾ നാച്ചുറൽ ഡേയുടെ കാര്യം ഇതാണ്. ക്രീമിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഞാനും മാഡവും ഒരുമിച്ച് ഒരു മനസ്സോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് മാഡത്തിൻ്റെ ക്രീം, ഈ ഇന്ദുലേഖ ഫെയർനെസ് ക്രീം മറ്റൊന്ന് അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പ്രോഡക്ട്സിനെ ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അത്രയും ഞങ്ങൾക്ക് തമ്മിൽ ഞങ്ങളുടെ രണ്ടുപേരുടെ പ്രോഡക്ട്സും അത്രയും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒരു കാര്യവും ഈ 2 ക്രീമിലും ഇല്ല എന്നുള്ളത് 100% ഞങ്ങൾക്ക് ഉറപ്പാണ്. പിന്നെ ഞാൻ പറയാറുണ്ട്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ടു ദ ലാബിൽ കൊണ്ടുപോവുക, ചെക്ക് ചെയ്യുക. ഞങ്ങളുടെ പ്രോഡക്റ്റ്സ് എന്ത് വേണമെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി ലാബിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ചില ആൾക്കാരുണ്ട്, 1-2 ആൾക്കാരേ ഉള്ളൂ, ആരും കുറ്റമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ലതാണെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ മലയാളികൾക്ക് ഇച്ചിരി പാടാണ്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. നമുക്കത് എഫക്റ്റ്ഫുള്ളായി എന്നാൽ നല്ലതാണ് എന്ന് പറയാൻ ചിലർക്കെങ്കിലും മടിയാണ്. കാരണം ഇത് മറ്റൊരാൾ യൂസ് ചെയ്താലോ എല്ലാവർക്കും. ഇപ്പം എനിക്ക് വേണമെങ്കിൽ എൻ്റെ പിഗ്മെൻറ്റേഷൻ യൂസ് ചെയ്തൊരു ക്രീമാണ് ഇതായിരിക്കണേ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എനിക്കിത് ഒളിപ്പിച്ച് വെച്ചുകൂടാറും. എനിക്കിത് സെയിൽ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്ക് വന്ന പിഗ്മെൻറ്റേഷൻ വന്നതുപോലെ അനേകർക്ക് പിഗ്മെൻറ്റേഷൻ വന്നവർക്ക്, ആക്നെ വന്നവർക്ക്, പിമ്പിൾസ് വന്നവർക്ക്, പാച്ചസ് വന്നവർക്ക്, ബ്ലാക്ക് സ്പോട്ട്സ് വന്നവർക്ക്, കഴുത്തിന് താഴെ കറുപ്പ് വന്നവർക്ക്, ഓക്കെ, കണ്ണിൻ്റെ താഴെ കറുപ്പ് വന്നവർക്ക് ഇത് ഉപയോഗമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സെയിലാക്കുന്നത്. മനസ്സിലായോ? അപ്പം നമുക്കൊരു ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നല്ല മനസ്സുള്ളവരായി തീരാം. ഓക്കെ, അപ്പം നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള ഫീഡ്ബാക്ക്. ഇപ്പോൾ ഒരു ഡോക്ടർ കറക്റ്റാണ്, ഡോക്ടർ പറഞ്ഞത് ഞാൻ 100% ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാനാണെങ്കിലും അങ്ങനെ പറയത്തുള്ളൂ. കെമിക്കലുടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ആ ഒരു ബ്ലാക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പാടാണ്. പക്ഷേ നിയർലി ഒരു ബ്ലാക്ക് നമ്മുടെ നാച്ചുറൽ ഡൈയിൽ 100% കിട്ടും. നിങ്ങൾക്ക് എൻ്റെ തലമുടി ഇന്നലെ ഞാൻ തേച്ചിട്ടിരിക്കുന്ന മുടിയാണ്. നിങ്ങൾക്ക് നേരിട്ട് കണ്ടാലും മനസ്സിലാവും. കണ്ടല്ലോ, എൻ്റെ ഡൈ തന്നെയാണ് യൂസ് ചെയ്തത്. ഞാൻ ഉണ്ടാക്കിയ എൻ്റെ നാച്ചുറൽ ഡൈ തന്നെയാണ് ഞാൻ എൻ്റെ തലമുടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ഒരു ഡൗട്ട്, പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറഞ്ഞു ചിലർ. പോസ്റ്റ് ഓഫീസ് ഞാൻ പോയി നമ്മുടെ ഈ ക്രീമും നമ്മുടെ ഹെയർ ഡേയും നമ്മുടെ ഷാമ്പൂ ഒക്കെ ചോദിച്ചപ്പം അവരയക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് നമ്മുടെ പ്രോഡക്ട്സ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്ട്സ് പ്രൊഫഷണൽ കൊറിയർ വഴി അയക്കുമ്പം ഉള്ളൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഒരു പോസിറ്റീവ് ആദ്യം പറയട്ടെ. ഇന്ന് വരെ പ്രൊഫഷണൽ കൊറിയർ വഴി ഞാൻ അയച്ച പ്രോഡക്ട്സ് ഒരു കസ്റ്റമറിനും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. അവർ കറക്റ്റ് സമയത്തിന് അവർക്ക് ആ പ്രോഡക്റ്റ് കിട്ടി. ഓക്കെ, കിട്ടി, ഇന്ന് വരെയും കിട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ വേറൊരു കാര്യം, അതിൻ്റെ റേറ്റും കുറവാണ്. നിങ്ങളുടെ അടുത്തു നിന്നല്ലേ ഞാൻ ഈ കൊറിയറിൻ്റെ ചാർജ് മേടിക്കണേ. അപ്പോൾ ആ കൊറിയർ ചാർജും പ്രൊഫഷണൽ കൊറിയറിന് കുറവാണ്. ഞാനൊരു കൊറിയർ സർവീസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയുവാണ് നിങ്ങളോട്. പിന്നെ പ്രൊഫഷണൽ കൊറിയറിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രൊഫഷണൽ കൊറിയർ സർവീസസിലായിരിക്കും ഏത് കസ്റ്റമറിൻ്റെ
നമ്മൾ അയക്കുന്നു, ആ കസ്റ്റമറിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓഫീസിലായിരിക്കും, പ്രൊഫഷണൽ കൊറിയർ ഓഫീസിലായിരിക്കും വരണേ. അവർ നിങ്ങളെ വിളിക്കും, അവിടെ വന്ന് നിങ്ങൾ പിക്ക് ചെയ്യണം. അപ്പോൾ അല്ലാത്ത ഒരു ഓൾട്ടർനേറ്റീവ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരോടും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെ വീടുകളിൽ എത്തിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഞാനതൊരു മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അതുവരെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. മാഡം ഇപ്പോൾ DTDC അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ട്രാക്ക് ഓൺ കൊറിയർ ഉപയോഗിക്കുന്നുണ്ട്. ട്രാക്ക് ഓൺ കൊറിയറൊക്കെ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഭയങ്കര ചാർജാണ് അവർ ചോദിക്കുന്നത്. അബൌ 150, 200. പിന്നെ അവർ എണ്ണ അയക്കത്തില്ല എന്നും പറഞ്ഞു, എണ്ണ. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എൻ്റെ ക്രീമിൻ്റെ ആണെങ്കിലും, എൻ്റെ ഷാമ്പു ആണെങ്കിലും, എൻ്റെ ഫെയർനെസ് ക്രീം ആണെങ്കിലും, എൻ്റെ ഷാമ്പു ആണെങ്കിലും, എൻ്റെ ലിപ് ബാം ആണെങ്കിലും, ഹെയർ ഓയിൽ ആണെങ്കിലും, നാച്ചുറൽ ഡേ ആണെങ്കിലും എല്ലാം A to Z ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പെയിൻ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഈ ഇത്രയും ചൂട് വെയിലത്ത് ഞാൻ ഡെയിലി പോവുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ജംഗ്ഷനിൽ എന്നും എൻ്റെ ആൾക്കാർ കാണുകയാണ്. അപ്പം എന്താ പരിപാടി എന്നാണ് അവർ ചോദിക്കണേ. അപ്പം കാരണങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ഓരോ കാര്യത്തിനും ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പം പ്രൊഫഷണൽ കൊറിയർ വഴി അയക്കുമ്പോൾ അവരുടെ നല്ല പാക്കിംഗ് ആണ്, അവർ കറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് എനിക്ക് കൊറിയർ സർവീസിൽ നിന്ന് ഇന്ന് വരെ എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വീണ്ടും ഇത് തന്നെ പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങളെ ചിലരൊക്കെ എനിക്കറിയാം, നാട്ടുമ്പുറത്ത് ഉൾപ്രദേശങ്ങളിലുള്ളവരാണ്, അവർക്ക് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ടൗണിലൊക്കെ വരാനോ ഒക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കത് മനസ്സിലാവും. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും അങ്ങനെ നമുക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന നല്ല കൊറിയർ സർവീസ് ഉണ്ടെങ്കിൽ ഞാനത് അന്വേഷിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവും. കാരണം നമുക്ക് പ്രോഡക്റ്റ്സ് കൂടി വരികയാണ്. മിക്കവാറും വരും ദിവസങ്ങളിൽ പുതിയൊരു പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അതും നിങ്ങൾക്ക് വളരെ ഉപയോഗമായിട്ടുള്ള ഒരു സ്കിൻ പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും, ഹെർബലായിരിക്കും. അത് നിങ്ങളെ ഞാൻ അറിയിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനിരിക്കുന്നത്. അപ്പം ഈ 2 ക്രീമും ഏറ്റെടുത്തവരോട് എനിക്ക് ഒരുപാട് സ്നേഹവും എൻ്റെയും മാഡത്തിൻ്റെയും സ്നേഹവും എന്താ പറയുക, പ്രാർത്ഥനയും ഉണ്ട് നിങ്ങളോടൊപ്പം. നിങ്ങളും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. കാരണം ഞങ്ങൾ രണ്ടുപേരും 24 മണിക്കൂർ എന്ന് തന്നെ പറയാം. ഒരു ദിവസത്തിൻ്റെ ഒരു 24 മണിക്കൂറിന് അറ്റ്ലീസ്റ്റ് ഒരു 20 hours എങ്കിലും ഇതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന 2 വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മാഡം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. മാഡത്തിന് പിന്നെ വേറൊരു പ്രോഡക്റ്റ് എടുത്ത് ചെയ്താൽ മതി. എനിക്കതെല്ലാം ഇതിൻ്റെ A to Z റിസോഴ്സസ് എടുക്കുന്നത് തൊട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് വരെ, കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുന്ന വരെ, കൊറിയർ അയച്ച് കസ്റ്റമറിൽ എത്തുന്ന വരെയും ഫുൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുവാണ്. ചിലപ്പോൾ ചില മിസ്റ്റേക്സ്, ഇതുവരെ അങ്ങനെ ഒരു മിസ്റ്റേക്സും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ ബിസിനസ്സിൻ്റെ മേലുണ്ട്. അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അതിനെല്ലാം ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. നിങ്ങളെ ഓർത്ത് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഈ ബിസിനസ്സിൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് നീങ്ങാൻ നിങ്ങളുടെ സപ്പോർട്ടിനെയും ഞങ്ങൾ ചോദിക്കുന്നു. സോ മേ ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു വിത്ത് another beautiful content and will come with another video. Okay, till then, may God bless you all. Bye bye. If you have not ordered a cream or natural dye or shampoo or lip balm or herbal oil, you can order it now. There is an offer. ഞാൻ നിങ്ങളോട് ആ ഓഫറിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അതിൽ ഓഫറിൽ കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ ഡീറ്റെയിൽസ് ചോദിച്ചു. ആ സിസ്റ്റർ ഇപ്പം വാങ്ങാൻ പോവുക. ക്രീമും ഹെർബൽ ഓയിലും വാങ്ങിക്കുന്നവർക്ക് ലിപ് ബാം ഫ്രീ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പം ക്രീമും ഹെർബൽ ഓയിലും ഓർഡർ ചെയ്യുന്നവർക്കാണ് ലിപ് ബാം ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അല്ലാതെ ചിലർ എന്നോട് ലിപ് ബാം ചോദിച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ മാക്സിമം തരാൻ നോക്കാം. കാരണം എനിക്കിനി അടുത്ത ക്രീമിൻ്റെ സെറ്റ് ഉണ്ടാക്കേണ്ട സമയമായി. അപ്പോൾ അതിനുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇന്നലെ ഒരു സിസ്റ്റർ ക്രീമും ഹെർബൽ ഓയിലും നാച്ചുറൽ ഡൈയും
ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്ക് ലിപ് ബാം ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഓഫർ കുറച്ച് ലിപ് ബാം തീരുന്നവരെ ഉണ്ടാവും. അപ്പം എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതെല്ലാം ഓർഡർ ചെയ്യുക. മാഡത്തിൻ്റെ ക്രീം വാങ്ങുക, ഫെയർനെസ് ക്രീം വാങ്ങിക്കുക, ഷാമ്പൂ മേടിക്കുക, നാച്ചുറൽ ഡേ, ലിപ് ബാം, ഹെർബൽ ഓയിൽ എല്ലാം നിങ്ങൾ വാങ്ങുക. സുന്ദരന്മാരും ഒക്കെ ആവുക. ഈ ചൂടത്തും നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കുറയ്ക്കരുത്. നല്ലോണം വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ് ഒത്തിരി കഴിക്കുക. കഴിയുന്നതും പുറത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഹെൽത്ത് നല്ലോണം സൂക്ഷിക്കുക. ഓക്കെ, മാർച്ച് എൻഡ് തീരാറായി. മാർച്ച് 22 എന്തോ അല്ലേ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഡേ. ദാറ്റ് മീൻസ് ടുമോറോ. അത് കഴിഞ്ഞ് മാർച്ച് എൻഡോട് കൂടി പിന്നെ ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടി മഴ വരും. ഓക്കെ, എന്നാലും നിങ്ങളുടെ ഹെൽത്തൊക്കെ സൂക്ഷിക്കുക. ഒരുപാട് പേർക്ക് ഒത്തിരി വൈറൽ അസുഖങ്ങളൊക്കെ കഫൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ കഴിയുന്ന സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പോവുക. സ്കിന്ന് സൂക്ഷിക്കുക. ഓക്കെ, നമ്മുടെ ഹെൽത്ത് നമ്മുടെ കയ്യിലാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നല്ല ഫുഡ് കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തയോടുകൂടി ഇരിക്കുക. ലൈഫിനെ എല്ലാം സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നേരിടുക. കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. സോ ഞാനത് വൈൻഡപ്പ് ചെയ്യട്ടെ. ഒത്തിരി നീണ്ടുപോയി. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരു കണ്ടൻറ്റായിട്ട് കാണാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പക്ഷേ ഞാൻ ഈ വീഡിയോയിലിട്ട കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും നിങ്ങൾ ഡൗട്ട് ചോദിക്കരുത് പ്ലീസ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.